നമസ്കാരം, എല്ലാവർക്കും CAD ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സസൈസിൻ്റെ ഒരു ക്ലാസ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റാണ് ഇവിടെ 3D മോഡലായിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലത്തെ ഒരു സോളിഡ് മോഡൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നൊരു കമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞൊരു കമാൻഡാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലെഫ്റ്റ് ഫേസ് ആണ്. നമ്മൾ ഓട്ടോകാഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇത് അതിൻ്റെ ഒരു ഫ്രണ്ടും ഇതിൻ്റെ ഒരു ടോപ്പും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മോഡൽ ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡ് വ്യൂവിലുള്ള പ്രൊഫൈൽ നമ്മൾ സ്കെച്ച് ചെയ്യുന്നു. ഈ ഒരു പ്രൊഫൈൽ നമ്മൾ സ്കെച്ച് ചെയ്യുന്നു, അത് നമ്മൾ 50 ഡെപ്തിലേക്ക് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുന്നു. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂവിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറേ സ്റ്റെപ്സിൽ നമ്മൾ ചെയ്യേണ്ടി വരും. ഫ്രണ്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കണം, then ഇതിന് ഇത്രയും ബാക്കിൽ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യണം, പിന്നെ ഈ ഒരു ഏരിയ നമ്മൾ അതിന് റിമൂവ് ചെയ്യണം. ഉണ്ടോ, ഇങ്ങനത്തെ കുറേ ഏരിയാസൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലെഫ്റ്റ് വ്യൂവിൽ ഈ ഒരു പ്രൊഫൈൽ വരയ്ക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് വ്യൂ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ വ്യൂവിൽ വന്നിട്ട് ഇവിടെ ലെഫ്റ്റ് വ്യൂ ഒന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് വ്യൂ ആയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് വ്യൂവിൽ ഞാൻ ഈ ഒരു പ്രൊഫൈൽ വരയ്ക്കുകയാണ്. അപ്പോൾ പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പോളിലൈൻ ആയിരിക്കും നിർബന്ധമില്ല, പിന്നീട് പോളിലൈനായിട്ട് കൺവേർട്ട് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ തന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ലെങ്ത് കണ്ടോ 40 20 20, ദാറ്റ് മീൻസ് 80 ആണ്. അഗൈൻ ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് നമുക്ക് എത്രയായിരുന്നു 60. അപ്പോൾ ഞാനിത് വരയ്ക്കാനായിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ആദ്യം ഒരു റെക്റ്റാങ്കിൾ ജസ്റ്റ് ഇവിടെ സ്കെച്ച് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൈൻ എടുത്തും വരയ്ക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ലൈൻ ആയാലും മതി, ഇവിടെ പോളിലൈൻ ആയിക്കോളും നിർബന്ധമൊന്നുമില്ല. സാധാരണ ലൈൻ എടുത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കറിയാം എത്രയാണ്, ഇതൊരു 20 ആണ്. 20 ഇൻപുട്ട് ചെയ്തു. അഗെയിൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാനൊരു 40 കൂടിയും ജസ്റ്റ് ഒന്ന് ഇൻപുട്ട് ചെയ്തു. ഇനി അഗെയിൻ ഒരു 20 കൂടിയും എൻ്റർ ചെയ്തു. നെക്സ്റ്റ് വന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡെപ്ത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു 20 20 20, ദാറ്റ് മീൻസ് 60 ഇൻപുട്ട് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേണ്ടത് ഒരു 30 ആണ്. 30 ഇൻപുട്ട് ചെയ്തു. അഗെയിൻ ഓർത്ത് ഓൺ ചെയ്തു. മുകളിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഒരു 10 ഇൻപുട്ട് ചെയ്തു. ഇനി വീണ്ടും ഇങ്ങോട്ടേക്ക് എനിക്ക് വേണ്ടത് 20 ആണ്. അഗെയിൻ വീണ്ടും ഞാനിവിടെ ഒരു 20. നമുക്ക് വേണമെങ്കിൽ ട്രാക്ക് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഓരോന്നും ഇൻപുട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് ട്രാക്ക് ചെയ്തു. 30 ആണ്. ജസ്റ്റ് ഇത് വരച്ചു, ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഒരു ഏരിയ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടുമാണ് എനിക്ക് കറക്റ്റ് ചെയ്യാനുള്ളത്. ഇത് നമുക്കറിയാം എക്സാക്ട്ലി ഇതിൻ്റെ മിഡിലാണ് ഒരു 20 റേഡിയസിൽ ഞാനിവിടെ എന്ത് ചെയ്യണം, ഒരു സർക്കിൾ ഇവിടെ 20 റേഡിയസിൽ സ്കെച്ച് ചെയ്തു. 20 റേഡിയസിലല്ല, 20 ഡയമീറ്ററിലാണ് വേണ്ടത്. ദാറ്റ് മീൻസ് അപ്പോൾ ഒരു 10 എൻ്റർ ചെയ്തു. അഗെയിൻ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു 10 ഇൻപുട്ട് ചെയ്തു. ഇനി വേണ്ടത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് ഇവിടെ സ്കെച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡെപ്ത്ത്, ടോട്ടൽ ഡെപ്ത്ത് നമുക്ക് വന്നിട്ടുണ്ട് 24 ആണ്. ഈ ഒരു ഗ്യാപ്പ് ഇത് വന്നിട്ട് 10 ആണ്. അഗെയിൻ മുകളിലേക്കും 10 ആണ്. അപ്പോൾ 10 നമുക്ക് ഇതിൻ്റെ ഒരു ബോട്ടം വരണത്. അപ്പോൾ ഇതിൻ്റെ ഡെപ്ത്ത് വന്നിട്ട് 24. ആദ്യം ഞാനൊരു 24-ൽ ഒരു ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 10 ഒരു സ്ക്വയർ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് വിത്ത് ഡയമെൻഷൻസ് 10 ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എക്സാക്ട്ലി ഇതിൻ്റെ എന്ത് ചെയ്യണത്, ബോട്ടത്തിൽ വരുന്നത്. ഇതിൻ്റെ ഡെപ്ത്ത് നമുക്ക് വേണ്ട 24 വരെയാണ്. ഇനി ഇവിടെ നിന്ന് ഞാനൊരു ലൈൻ എടുക്കുകയാണ്. ഈ ലൈൻ എടുത്തിട്ട് നമുക്ക് വേണ്ട ഒരു എൻഡ് പോയിൻ്റ്, ഓൾറെഡി നമ്മൾ നേരത്തെ വരച്ചാൽ ഒരു എൻഡ് പോയിൻ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു എൻഡ് പോയിൻറ്റിലേക്ക് നമ്മളിതിനൊന്ന് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ സ്നാപ്പ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഒബ്ജക്റ്റ് സ്നാപ്പിൽ നമ്മളത് സെറ്റിങ്സിൽ ഒന്ന് കറക്റ്റ് ചെയ്യുക, എൻഡ് പോയിൻ്റ് ഓൺ ആണോ അല്ലേ എന്നുള്ള അറിയാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എൻഡ് പോയിൻ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എൻഡ് ടു ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു. അഗെയിൻ ഈ എൻഡ് ടു ഇവിടുത്തെ എൻഡിലേക്ക് ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഏരിയ മതി. അപ്പോൾ നമ്മളിത് ട്രിം ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇവിടെ ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞൊരു കമാൻഡ് BO എടുക്കുക. ജസ്റ്റ് ഇവിടെ പിക്ക് പോയിന്റ് പറയുക. അതിൻ്റെ ഉള്ളിൽ പിക്ക് ചെയ്താൽ കണ്ടോ നമുക്ക് ഇങ്ങനത്തെ ഒരു ബൗണ്ടറി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ആയ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തു. ഇതിനെ ജസ്റ്റ് നമ്മളൊന്ന് മൂവ് ചെയ്ത് വെച്ചു. കണ്ടോ, ബാക്കിയുള്ളതൊക്കെ ഞാനതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സിംഗിൾ സെലക്ഷൻ ആയിട്ടുണ്ട്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റീജിയൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും ആയിരിക്കണം, സിംഗിൾ ആയിരിക്കണം, സെലക്ഷൻ സിംഗിൾ ആയിരിക്കണം, സെയിം ടൈം ഇത് ക്ലോസ്ഡ് ആയിരിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നമുക്കിതിൻ്റെ ഒരു വ്യൂവിനെ ഞാനൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളിതിനെ സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് ആക്കിയാൽ കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഏരിയയിലായിട്ട് നമുക്കിത് നിൽക്കണ്ടായിരിക്കും. കണ്ടോ, അതായത് നമ്മുടെ ലെഫ്റ്റ് വ്യൂവിൽ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. കണ്ടോ, ഇതുപോലെ തന്നെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നേരെ ഒരു എന്താ പറയുക 50 ഡെപ്തിൽ നമ്മളൊന്ന് എക്സ്ട്രൂഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് EXT എൻ്റർ ചെയ്തു. ഇത് ഞാൻ സെലക്ട് ചെയ്തു. നമുക്ക് ഇതിൻ്റെ ഡെപ്ത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ വാല്യൂ കൊടുക്കണമെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് ആയിരിക്കും ക്രിയേറ്റ് ആവുക, കാരണം ഇതിൻ്റെ പോസിറ്റീവ് Z വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ എങ്ങോട്ടായാലും കുഴപ്പമില്ല. സോ ഞാനിവിടെ 50 ഇൻപുട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടോ ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു 3D സോളിഡ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. കണ്ടോ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പോലെ
കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. വീണ്ടും നമുക്ക് ഒരു എക്സസൈസും കൂടി ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.